ഹരേ കൃഷ്ണ. കുടുംബമിത്രങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. നമുക്കിന്ന് ഒരു ക്ഷേത്ര മാഹാത്മ്യത്തെക്കുറിച്ച്, ആ ക്ഷേത്ര ഐതിഹ്യത്തെക്കുറിച്ചൊന്നറിയാം. തൃശ്ശിലേരി മഹാദേവ ക്ഷേത്രം വയനാട് ജില്ലയിലെ മാനന്തവാടിക്കടുത്ത് തിരുനെല്ലിയിൽ സ്ഥിതി ചെയ്യുന്ന പ്രസിദ്ധമായ ഒരു ഹൈന്ദവ ക്ഷേത്രമാണ് തൃശ്ശിലേരി മഹാദേവ ക്ഷേത്രം. കേരളത്തിലെ 108 ശിവക്ഷേത്രങ്ങളിൽ ഒന്നായ ഈ ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠ പരമശിവനാണ്. പടിഞ്ഞാറ് ദർശനം നൽകി കുടികൊള്ളുന്നു. തൃശ്ശിലേരിയിലെ മഹാദേവന് വിളക്ക് വെച്ച് പാപനാശിനിയിൽ മരിച്ചവരുടെ പിതൃക്കൾക്ക് ബലിതർപ്പണത്തിനു ശേഷം തിരുനെല്ലിയിൽ മഹാവിഷ്ണുവിനെ വണങ്ങുന്നതാണ് പഴയ ഒരാചാരം. അതായത് മഹാദേവന്റെ ശിരസ് ഇവിടെയും പാദം തിരുനെല്ലി പാപനാശിനിയിലും ആണെന്നാണ് ഐതിഹ്യം. അതിനാലാണ് തൃശ്ശിലേരിയിലെ മഹാദേവനെ വിളക്ക് വെച്ച് ആദ്യം തൊഴണമെന്ന് പറയുന്നത്. ഇന്ന് ചുരുക്കം ചില ഭക്തർ മാത്രമാണ് ഈ രീതി പിന്തുടരുന്നത്. വർഷം മുഴുവൻ ഇവിടെ മരിച്ചവർക്ക് വേണ്ടിയുള്ള ബലിതർപ്പണം നടത്താറുണ്ട്. ഇനി നമുക്ക് ഈ ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യത്തെക്കുറിച്ച് ഒന്നറിയാം. സ്വയംഭൂവായ ശിവലിംഗമാണ് തൃശ്ശിലേരി പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. എങ്കിലും വൈഷ്ണവാശഭൂതനായ ശ്രീ പരശുരാമനാണ് ഇവിടുത്തെ ലിംഗപ്രതിഷ്ഠ നടത്തിയതെന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. മാനന്തവാടിയിൽ നിന്നും തിരുനെല്ലിയിലേക്കുള്ള വഴിയിലാണ് തൃശ്ശിലേരി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. തിരുനെല്ലിയിൽ ബലിയിടാൻ പോകുന്നവർ തൃശ്ശിലേരിയിലിറങ്ങി ശിവനെ വണങ്ങി വേണം പോകാനെന്നാണ് സങ്കല്പം. സ്വയംഭൂവായ ശിവലിംഗമാണ് ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ എന്ന് പറഞ്ഞുവല്ലോ. പരമശിവന്റെ ശ്രീകോവിലിന് മുമ്പിലുള്ള നമസ്കാര മണ്ഡപത്തിൽ ശ്രീ പാർവതി ദേവിയെ പ്രതിനിധാനം ചെയ്യുന്ന ഒരു പീഠമുണ്ട്. ഗണപതി പ്രതിഷ്ഠയുമുണ്ട്. ഇതിനു പുറമെ ജലദുർഗ, ഗോശാലകൃഷ്ണൻ, ശാസ്താവ്, കന്നിമൂല ഗണപതി, ദൈവത്താർ, ഭദ്രകാളി, ഭഗവതി, നാഗർ എന്നിവരുടെ പ്രതിഷ്ഠകളുമുണ്ട്. ജലദുർഗയുടെ പ്രതിഷ്ഠയുള്ള ശ്രീകോവിലിന് ചുറ്റും എല്ലാ കാലാവസ്ഥയിലും ഒരേ നിരപ്പിൽ വെള്ളം നിൽക്കുന്നു. പാപനാശിനിയിലെ ജലമാണ് ക്ഷേത്രത്തിലെ തീർത്ഥക്കുളത്തിലെത്തുന്നതും ജലദുർഗ പ്രതിഷ്ഠയെ വലയം ചെയ്യുന്നതും എന്നുമാണ് വിശ്വാസം. ജലദുർഗ പ്രതിഷ്ഠ നടത്തിയത് പരശുരാമനാണെന്നും അതിനു ചുറ്റുമുള്ള ജലം സർവരോഗ സംഹാരിയാണെന്നും കരുതപ്പെടുന്നു. ഈ ക്ഷേത്രത്തിൽ ചില പ്രത്യേകതകളുണ്ട് കേട്ടോ. അതായത് ചമ്രം പടിഞ്ഞിരിക്കുന്ന രീതിയിലുള്ള ജടാധാരിയായ ശാസ്താപ്രതിഷ്ഠയും ഈ ക്ഷേത്രത്തിൻ്റെ പ്രത്യേകതയിൽ പെടുന്ന ഒന്നാണ്. സന്യാസം അനുഷ്ഠിക്കുന്ന ശാസ്താവിനെയാണ് ഈ പ്രതിഷ്ഠ സൂചിപ്പിക്കുന്നത്. പിന്നെ ഇവിടെ ഈ ക്ഷേത്രത്തിൽ ഒരിക്കലും വറ്റാത്ത ക്ഷേത്രക്കുളമുണ്ട്. ഇവിടെ കൊടിമരം പാടില്ല, ആനയെ എഴുന്നള്ളിച്ചുള്ള ഉത്സവം പാടില്ല എന്നുമുള്ള ചിട്ടകളും ഉണ്ട്. ഇവിടെ നിത്യവും ത്രികാല പൂജ നടത്താറുണ്ട്. നിർമാല്യ ദർശനം, ശംഖാഭിഷേകം, ഉഷപൂജ, ഉച്ചപൂജ, ദീപാരാധന, അത്താഴപൂജ. തിരുനെല്ലിയിൽ ദർശനം നടത്തുന്നതിന് മുമ്പായി തൃശ്ശിലേരിയിൽ വരാൻ കഴിയാത്ത ഭക്തരെ തൃശ്ശിലേരി മഹാദേവന് വഴിപാട് കഴിക്കുന്നതിനായിട്ട് തിരുനെല്ലി ക്ഷേത്രത്തിൽ പണമടയ്ക്കുന്ന ഒരു രീതിയും നിലവിലുണ്ട്. ഇനി ഈ ക്ഷേത്രത്തിലെ വിശേഷങ്ങളെക്കുറിച്ചൊന്നറിയാം. ക്ഷേത്രത്തിലെ മീനമാസത്തിലെ പൂരുരുട്ടാതി മുതൽ രേവതി വരെയുള്ള 3 ദിവസമാണ് ഉത്സവമായി കൊണ്ടാടുന്നത്. അവസാന ദിവസമായ രേവതി നക്ഷത്രത്തിലാണ് ഇവിടെ കലശം നടക്കുന്നത്. മലയാളം മാസം കുംഭത്തിലെ കറുത്തപക്ഷ ചതുർദശി നാളിലാണ് ശിവരാത്രി ആഘോഷിക്കുന്നത്. അന്നേ ദിനം ക്ഷേത്രത്തിലെ പ്രത്യേക എഴുന്നള്ളത്തും വിളക്കും നടത്താറുണ്ട്. അതിനോട് അനുബന്ധിച്ച് രുദ്രാഭിഷേകം, ധാര, പുഷ്പാഞ്ജലി, സ്വയംവര പുഷ്പാഞ്ജലി തുടങ്ങിയവയാണ് പ്രധാന വഴിപാടുകളായി നടത്താറുള്ളത്. മലയാള മാസം ധനുവിലെ തിരുവാതിര നാളിൽ, അതായത് ശ്രീ മഹാദേവന്റെ ജന്മനാളിൽ തിരുവാതിര ആഘോഷിക്കുന്നു. ധനുമാസത്തിലെ തിരുവാതിര നാളിൽ വ്രതമെടുത്താൽ നെടുമാംഗല്യം ലഭിക്കുമെന്നാണ് വിശ്വാസം. തിരുവാതിരയ്ക്ക് 2 ദിവസം മുമ്പ് തന്നെ വ്രതമെടുത്തു തുടങ്ങി അന്നേ ദിവസം രാവിലെ ക്ഷേത്ര ദർശനം നടത്തി വിവാഹിതരായ സ്ത്രീകൾ നെടുമാംഗല്യത്തിനു വേണ്ടിയും കന്യകകൾ നല്ല വിവാഹബന്ധത്തിനും വേണ്ടി വ്രതം നോറ്റ് ക്ഷേത്ര ദർശനം നടത്തുന്നു. ധനുമാസം 17-ാം തീയതിയാണ് ഇവിടെ പ്രതിഷ്ഠാദിനമായി കൊണ്ടാടുന്നത്. അന്നേ ദിവസം ക്ഷേത്രത്തിൽ ചുറ്റുവിളക്കം നടത്താറുണ്ട്. മലബാർ ദേവസ്വം ബോർഡ് ക്ഷേത്രത്തിൻ്റെ ദൈനംദിന ഭരണം നടത്തുന്നു. പാലക്കുന്നമ്മനെയാണ് ക്ഷേത്ര ഊരാൺമ. ഇതാണ് ഈ തൃശ്ശിലേരി ക്ഷേത്രത്തിൻ്റെ മാഹാത്മ്യത്തെക്കുറിച്ചുള്ള എൻ്റെ ചെറിയൊരു വിവരണം. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിരിക്കുമെന്ന് കരുതുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം. സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു.